ഹലോ ഫ്രണ്ട്സ്, ഇതിനുള്ള വോയിസ് നമ്മൾ കാണാൻ പോകുന്നത് ബൊറൂട്ടോ നാരുട്ടോസ് നെക്സ്റ്റ് ജനറേഷനിലെ എപ്പിസോഡ് നമ്പർ 53 54 അപ്പോൾ ഈ എപ്പിസോഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹിമവാരീസ് ബർത്ത്ഡേ എന്ന 53ാമത്തെ എപ്പിസോഡും സാസ്കി ആൻഡ് ബൊറൂട്ടോ എന്ന 54ാമത്തെ എപ്പിസോഡുമാണ്. നല്ല കിടിലം എപ്പിസോഡാണ്. ഞാൻ കുറച്ച് പുതിയ ക്യാരക്ടേഴ്സിൻ്റെ, അതായത് ഫെമിലിയർ അല്ലാത്തവരുടെ പേരൊക്കെ എക്സ്പ്ലനേഷൻ്റെ കൂടെ തന്നെ താഴെ എഴുതി കാണിക്കുന്നുണ്ട്, എന്തെങ്കിലും കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരുപാട് ക്യാരക്ടേഴ്സ് ഒരേപോലത്തെ വന്നു പോവും, അതുകൊണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മളുടെ എപ്പിസോഡിലേക്ക് പോവല്ലേ? അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പം നമ്മളെ ആദ്യം തന്നെ കാണിക്കുന്നത് ഉറാഷിക്കി ഓട്ടോട്സുക്കിനെയാണ്. ഉറാഷിക്കി ഓട്ടോട്സുക്കി മൂണിലേക്ക് വന്നിറങ്ങാണ്. അവിടെ വെച്ച് ടൊണോറിയെ കാണാണ്. ടൊണോറി ആണെങ്കിൽ ഉറാഷിക്കിയെ കണ്ടതിൽ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആണ്. നീ എന്താ ഇവിടെ എന്ന രീതിയിൽ. ഇപ്പോഴും നീ ആ ഒരു ക്ലാനിൻ്റെ മെയിൻ ബ്രാഞ്ചിനെ പ്രൊട്ടക്ട് ചെയ്ത് ഇവിടെ തന്നെ നിൽക്കുകയാണോ? ഈ ടൊണോറിയുടെ ട്രബിൾസ് കണ്ട് എനിക്ക് തന്നെ സഹിക്കാൻ വയ്യ. നീ എന്തിനാ ഇങ്ങനെ ആ ഒരു നമ്മളുടെ പ്ലാനറ്റിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്? നിനക്ക് എന്താവശ്യമുള്ളത്? അത് മാത്രമല്ല, ഞാൻ കേട്ടിരുന്നു ബൊറൂട്ടോനെ പറ്റി, നീ സംസാരിച്ച ആ ബൊറൂട്ടോനെ പറ്റി. അപ്പോൾ ബൊറൂട്ടോനെ നമ്മൾക്ക് എന്ത് ചെയ്യാം എന്ന രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ടൊണോറി പറയുന്നുണ്ട്, നീ വിചാരിക്കും പോലെ നിൻ്റെ ലെവലിനോ എൻ്റെ ലെവലിനോ ഒന്നും ബൊറൂട്ടോ വളർന്നിട്ടില്ല. അത് മാത്രമല്ല, അവൻ്റെ ആ ഒരു കറക്റ്റ് ഉദ്ദേശം നല്ലതിലേക്കാണോ നശത്തിലേക്കാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കൃത്യമായിട്ട് എന്താ ഇവർ പറയുന്നതെന്നൊന്നും ഇപ്പം മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, ടൊണോറി നേരെ ചെന്നിട്ട് ഉറാഷിക്കിയെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. പക്ഷേ ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഉറാഷിക്ക് ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു ഈ അറ്റാക്കിന്. കാരണം ഉറാഷിക്ക് പെട്ടെന്ന് തന്നെ ചക്രാസ്ട്രിങ് യൂസ് ചെയ്ത് പാരലൈസ് ചെയ്യാണ് ടൊണോറിനെ. എന്നിട്ട് പൗഡർ യൂസ് ചെയ്യാണ്, എന്തോ ഒരു പൗഡർ യൂസ് ചെയ്യാണ്, അത് ഫ്രീസ് ചെയ്യാണ് ടൊണോറിനെ ഒരു 10,000 ഇയേഴ്സിനേക്ക് മാത്രം. അവരോട് മൂവ് ചെയ്യാനായിട്ട് അലൗഡ് അല്ല അത് യൂസ് ചെയ്യുമ്പോൾ. അത് മാത്രമല്ല, ക്ലാനിലെ ഒരു മെമ്പറിനെ കൊല്ലാനായിട്ടുള്ള ഒരു ഇതൊന്നും ഇവർക്ക് 2 പേർക്കും ഇല്ല എന്നൊരു ടോക്കൊക്കെ അവിടെ പോകുന്നുണ്ട്. അപ്പം ഇപ്പോഴത്തെ കറണ്ട് ജനറേഷനെ പറ്റിയിട്ട് നമ്മളുടെ നാറൂട്ടോ സംസാരിക്കുന്നത് വെച്ചാണ് നമ്മളുടെ എപ്പിസോഡിൽ നമ്മളുടെ ലീഫ് വില്ലേജ് കാണിക്കുന്നത്. അതായത് ഒരു ഇൻ്റർവ്യൂവിൽ നാറൂട്ടോ പറയാണ്, നമ്മളുടെ ചുനിൻ എക്സാം വരാൻ പോകുന്നെന്നും എല്ലാ ഗെയിനിങ്സും അതിനകത്ത് ചേർന്ന് ചുനിൻസ് ആവണമെന്നും നമ്മളുടെ വില്ലേജിന് വേണ്ടി സൂപ്പറായിട്ട് സേവനം ചെയ്യണമെന്നും. അതുമാത്രമല്ല, ചുനിൻ എക്സാമിന് ശേഷം ഇവിടെയുള്ള എല്ലാ ഗെയിനായിക്കോട്ടെ ചുനിനായിക്കോട്ടെ പിള്ളേർക്ക് എല്ലാവർക്കും നമ്മളുടെ ഹിസ്റ്ററി ക്ലാസ് എടുത്ത് കൊടുക്കുന്നതായിരിക്കും. അതായത് ഇവിടെ എല്ലാ നിഞ്ചാസും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ നിഞ്ചാസും അവരുടെ സ്ട്രെങ്ത്തും അവരെങ്ങനെയാണ് സ്ട്രാറ്റജി മൂവ് ചെയ്തതെന്നും ഓരോ ടീമിൻ്റെയും ഓരോ ഇവൻറ്റ്സും അവരുണ്ടാക്കിയ പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾ പഠിച്ചേ പറ്റൂ എന്ന രീതിയിൽ പോവാണ്. നമ്മൾ വേൾഡ് വാറൊക്കെ പഠിക്കുന്നതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് അവരത് പഠിക്കണം. കാരണം ഇനി ഒരു പ്രശ്നം വന്നാൽ അവരത് നേരിടണം എന്ന് നാറൂട്ടോ പറയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പം പ്രശ്നം വരും എന്ന രീതിയിൽ നിൽക്കുകയാണ്. പക്ഷേ നമ്മളുടെ നാറൂട്ടോയ്ക്കും ബൊറൂട്ടോയ്ക്കും ഓൾറെഡി അറിയാം എന്തോ ഒരു സംഭവം ഇവിടെയൊക്കെ പോകുന്നുണ്ട്. നാറൂട്ടോയ്ക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ട്, പക്ഷേ ബൊറൂട്ടോയ്ക്ക് മനസ്സിലായി എന്തോ ഒന്ന് പോകുന്നുണ്ടെന്ന്. പിന്നീട് ബൊറൂട്ടോ തന്നെ ഓർത്തെടുക്കുന്നുണ്ട്, അതായത് ബൊറൂട്ടോ എത്രത്തോളം പേടിച്ചു പോയി വൈറ്റ് സെറ്റ്സുവിൻ്റെ കൈകളിൽ പെട്ടുപോയപ്പോൾ. കാരണം വൈറ്റ് സെറ്റ്സു എന്ന് പറയുന്നത് എനിമിയെ പറ്റി ഒന്നും അറിയാതെ ബൊറൂട്ടോ പെട്ടുപോയി. പക്ഷേ ഇത് നല്ലതാണ് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ, അതായത് നാറൂട്ടോ പറഞ്ഞുകൊണ്ട് പബ്ലിക്കലി ഞാൻ പറയത്തില്ല നല്ലതാണ് എന്ന രീതിയിൽ നിൽക്കുകയാണ്. ബൊറൂട്ടോയ്ക്ക് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവൻ പേടിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഡെങ്കിയും ഷിക്കഡായും ഒക്കെ അത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യണേ, ഉറപ്പായിട്ടും അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ നേരിടുന്ന രീതിയിലൊക്കെ അവർ നിൽക്കുകയാണ്. പക്ഷേ ബൊറൂട്ടോയ്ക്ക് നല്ല പേടിയുണ്ട് അതിനെയൊക്കെ ഓർത്തിട്ട്. ഇവിടെ എല്ലാ ടീമിനും ചുനിൻ എക്സാമിൻ്റെ നമ്മളുടെ ആപ്ലിക്കേഷൻ ഫോം, രജിസ്ട്രേഷൻ ഫോം പോയിട്ടുണ്ട്. അപ്പോഴത്തേക്കും എല്ലാവരും അതാണെങ്കിൽ നോക്കുന്നുണ്ട്, മോഗി പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ചേരണം. അപ്പോഴത്തേക്കും നമ്മളുടെ ഇനോജിനും അതുപോലെ തന്നെ എല്ലാവരും യെസ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇവർക്കെല്ലാം ചെറിയ പേടിയുണ്ട്, എന്നാൽ തന്നെയും ചേരുന്നതിൽ കുഴപ്പമില്ല എന്ന രീതിയിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും എല്ലാവർക്കും പേടിയുണ്ടാകുമെന്ന് ചോദിച്ചാൽ ചോജോയൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പോയി ഇതിൽ നമ്മളുടെ ടാലൻറ്റ് തെളിയിക്കും, കാരണം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ എന്ന രീതിയിലാണ്. ഷിക്കഡായി പറയുന്നതും അതുപോലെ തന്നെയാണ്. അതായത് നമ്മൾ എങ്ങനെ പോയി ജയിച്ചു അതൊന്നും അല്ല കാര്യം, നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ, നമ്മൾക്ക് എനിമീസിനെ മനസ്സിലായോ എന്നൊക്കെയുള്ളതിലാണ് കാര്യം. ചുനിൻ എക്സാം ഇനിയും വരും, അതൊക്കെ വന്നുകൊണ്ടിരിക്കും, നമ്മളെപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴെങ്കിലും നമ്മൾ ജയിക്കും എന്ന രീതിയിൽ. നാറൂട്ടോയ്ക്ക് ആണെങ്കിൽ ആകെ ടെൻഷനാണ്. അതായത് ഇപ്പോൾ ചുനിൻ എക്സാം
നടക്കാൻ പോവാണ്. എല്ലാവരും ഇപ്പോൾ വില്ലേജിലേക്ക് വരും, വേറെ വില്ലേജിലുള്ളവരും വരും. അതുമാത്രമല്ല കുറേ സംഭവങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നാറൂട്ടോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരുപാട് ടെക്നോളജീസ് ഉപയോഗിക്കേണ്ടി വരും എന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്കും കറ്റസുക്കെ വരുന്നുണ്ട്. നമ്മളുടെ കറ്റസുക്കെ ആണെങ്കിൽ ഒരുപാട് നിഞ്ച ടൂൾസ് എക്സാമിന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അതൊക്കെയാണെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ അതൊരു ചീറ്റിംഗ് പോലാണ്. അതായത് അങ്ങനെ ഉപയോഗിക്കാം നമ്മൾ പറയത്തില്ലേ, നമ്മളില്ലേ ഗ്ലാസ് അങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോൾ നിഞ്ചാസ് ഉപയോഗിക്കാമെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ അവരിപ്പോൾ റസങ്കനൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ചിഡോറിയൊക്കെ അവർക്ക് എടുക്കാൻ അറിയത്തില്ലായിരിക്കും, പക്ഷെ അവർക്കുള്ളിൽ ടാലൻ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ സാധനം അവർ വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ അവർ പിന്നെ ഒരിക്കലും ആ ടാലൻറ്റിനെ പുറത്തു കൊണ്ടുവരത്തില്ല. അവർക്ക് അത്യാവശ്യത്തിന് ഈ സാധനം ഇല്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതങ്ങോട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് നാറൂട്ടോ പറയാണ്. കറ്റസുകയ്ക്കാണെങ്കിൽ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ട്. നാറൂട്ടോ പറയുന്നുണ്ട്, അതായത് കുറച്ചുകൂടെ നമ്മളുടെ വരുന്ന ആൾക്കാർക്കും പിന്നെ നിഞ്ചാസിന് ഹെൽപ്പിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ഈ മെഡിക്കൽ സാധനങ്ങൾ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. ഇതെന്തായാലും നല്ലൊരു ഇൻവെൻഷനാണ്. നമുക്കിതിനെപ്പറ്റി പിന്നെ സംസാരിക്കും. കാരണം നാറൂട്ടോയ്ക്ക് ഒരുപാട് സംഭവങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അത് ചുനുന എക്സാമുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെയാണ്. അപ്പോഴത്തേക്കും ബൊറൂട്ടോ ആണെങ്കിൽ ഇവിടെ ഗെയിം കളിക്കുകയാണ്. ഗെയിം കളിക്കുന്നതിൽ ഭയങ്കര കോൺസെൻട്രേഷനാണ്. ഇനോജിനും ഷിക്കഡായും ബൊറൂട്ടോയും എല്ലാവരും അവിടെ നിന്ന് ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കുമാണ് അവിടത്തേക്ക് ആപ്ലിക്കേഷൻ ഫോമുമായിട്ട് മിറ്റ്സുകിയും സറാഡയും വരുന്നത്. ഇവരൊക്കെ ഓൾറെഡി ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞു. ബൊറൂട്ടോ പറയണേ, എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല ഇതിനകത്ത്. കാരണം എനിക്കങ്ങനെ ആകണ്ട, എനിക്കിവിടെ ആരെയും പോലെ ആകണ്ട, എനിക്ക് അയാളെ പോലെ ആവണ്ടെന്ന രീതിയിൽ, അതായത് ഒരിക്കലും ഹൊക്കാഗെ ആവേണ്ട രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ സറാഡ പറയുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ ചെയ്യും, കാരണം നിൻ്റെ സ്ട്രെങ്ത് നാട്ടുകാരറിയണമെന്ന് നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ചെയ്യണം, ഇല്ലാതെ എൻ്റെ ഇമേജ് നീ കളയില്ല. ഞാൻ നിൻ്റെ ടീമിൽ വന്ന് ചേർന്ന് പോയി ടീമില്ലാതെ എനിക്ക് ഇതിനകത്ത് ചുന്ന എക്സാമിന് കൊടുക്കാനും പറ്റത്തില്ല. അല്ലെങ്കിൽ നീ വേറെ ഏതെങ്കിലും ഒരു ടീമിൽ നിന്ന് ഒരാളെ അഡോപ്റ്റ് ചെയ്തെടുത്ത് അങ്ങനെ ചെയ്യേണ്ടി വരും. അതൊക്കെ ഭയങ്കര പ്രോസസ്സാണ്. അതുമാത്രമല്ല നമ്മളുടെ ടീം വർക്ക് നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അവരും ടീം സെറ്റാക്കി വർക്ക് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ആരും ഒരു മെമ്പറിനെ മാത്രമായിട്ട് വിട്ടു തരത്തില്ല. നീ അതുകൊണ്ട് കാര്യം മനസ്സിലാക്കി മര്യാദയ്ക്ക് ചെയ്തോണം. എനിക്ക് ഹൊക്കാഗെ ആവണമെന്നാണ് ആഗ്രഹം. നീ അതിൻ്റെ ഇടയ്ക്ക് കയറി ഒരു കട്ട ഇട്ട് വെക്കല്ലേ, എനിക്കതൊന്നും താങ്ങാൻ പറ്റത്തില്ല, നീ മര്യാദയ്ക്ക് കയറിക്കണമെന്ന് പറയണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ബൊറൂട്ടയും പിന്നെ എന്തിനാ ചെയ്യുന്ന രീതിക്കാണ്. എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് ടീം വർക്ക് ചെയ്യുന്നത് നീ വിചാരിക്കണം ഞാൻ ചുമ്മാ കൂടെ നിൽക്കും എന്ന് പറയാണ്. എന്തായാലും മിറ്റ്സുകിക്ക് അറിയാം കാര്യം എടുക്കുമ്പോൾ ബൊറൂട്ടോ സീരിയസ് ആവുമെന്ന്. എന്തായാലും വൈകുന്നേരം വീട്ടിൽ നോക്കുമ്പോൾ നാറൂട്ടോ ഹിമവാരിയുടെ ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ട്. ഡാഡി വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ബൊറൂട്ടോയ്ക്ക് ഭയങ്കര കാര്യമാവുന്നുണ്ട്. ബൊറൂട്ടോ ഭയങ്കര ഹാപ്പിയാണ്, ഹിമവാരി ഹാപ്പിയാണ്, ഹിനാറ്റ വിചാരിച്ചില്ല വരുമോന്ന് കണ്ടതിൽ ഹാപ്പിയാണ്. അപ്പം നമ്മളുടെ ബൊറൂട്ടോ നാറൂട്ടോനെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്, താൻ വന്നത് നന്നായി, ഇല്ലായിരുന്നെങ്കിൽ ഞാനും താനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാനിവിടെ വെച്ച് ഉപേക്ഷിച്ച് കളഞ്ഞെന്ന്. കാരണം ബൊറൂട്ടോയ്ക്ക് സത്യത്തിൽ ഭയങ്കര ഇഷ്ടമായി. അതായത് ബൊറൂട്ടോയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് നാറൂട്ടോയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന്. നാറൂട്ടോ എന്നാൽ തന്നെ ഹൊക്കാഗെ ആയ ബിസി കാരണം, തിരക്ക് കാരണം നമ്മളുടെ നാറൂട്ടോ വരാറില്ല. എന്തായാലും നമ്മളുടെ നാറൂട്ടോ വന്നത് കാര്യമായി എന്നൊക്കെ ബൊറൂട്ടോ പറയുന്നുണ്ട്. എന്തോ താൻ വന്നത് നന്നായി എന്നൊക്കെ പറയാണ്. നാറൂട്ടോ ആണെങ്കിൽ ഫാമിലി ഫോട്ടോയൊക്കെ നോക്കാൻ കുറേ നാൾക്ക് ശേഷമാണ് വീട്ടിലേക്ക് വരുന്നത്. വീട് മൊത്തത്തിൽ ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ നമ്മളുടെ ഹിനാറ്റ ബൊറൂട്ടോ ഹിമവാരി ഇരിക്കുന്നിടത്തേക്ക് ഹിമവാരിയുടെ ബർത്ത്ഡേ കേക്ക് കൊണ്ട് പോവാണ്. അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് എനർജി ലോസ് കാരണം ക്ലോൺ മാഞ്ഞു പോവാണ്. നമ്മളുടെ ബൊറൂട്ടോയുടെ അവസ്ഥ പിന്നെ പറയണോ, ഭയങ്കരമായിട്ട് ബൊറൂട്ടോയ്ക്ക് ദേഷ്യം വരികയാണ്, സങ്കടം വരികയാണ്, അങ്ങ് ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോവാണ്. കാരണം നാറൂട്ടോ ആണെന്ന് വിചാരിച്ചു, ഇന്നെങ്കിലും കുറച്ച് സമയം നാറൂട്ടോയുടെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ ഒന്നും നടന്നില്ല. അതുമാത്രമല്ല കേക്കും കൊളായി. ഹിമവാരിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. ഹിമവാരിയും ഹിനാറ്റയും ബൊറൂട്ടോയുടെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ ബൊറൂട്ടോയ്ക്ക് തന്നെ അവരുടെ കണ്ണെന്ന് മനസ്സിലായി. അതായത് ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് വിഷമമുണ്ട്, ഇവരത് പുറത്ത് കാണിക്കാത്തതാണ്. നമ്മളുടെ ഹിനാറ്റ പറയുന്നുണ്ട്, നീ മനസ്സിലാക്കണം ബൊറൂട്ടോ, അതായത് നിൻ്റെ അച്ഛനൊക്കെ തന്നെയാണ് നാറൂട്ടോ, പക്ഷേ അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഹൊക്കാഗെ എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത്രത്തോളം ഡ്യൂട്ടീസ് ഹൊക്കാഗയ്ക്കുണ്ട്. ഹൊക്കാഗെ എന്ന് പറഞ്ഞാൽ സിമ്പിൾ അല്ലടാ മോനെ എന്ന രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. ആർക്ക് മനസ്സിലാവാൻ,
ബൊറൂട്ടോനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ബൊറൂട്ടോയ്ക്ക് ആ ഒരു പ്രായത്തിൽ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, അങ്ങനെ ചിന്തിക്കൂ. പക്ഷേ നറൂട്ടോയുടെ ആ റൂമിലേക്ക് വരാണ്, അവിടുത്തെ ഫോട്ടോസൊക്കെ കാണാണ്. നറൂട്ടോയുടെ ആ ഒരു ഉടുപ്പൊക്കെ ബൊറൂട്ടോ സൂക്ഷിച്ചു വെച്ചേക്കാണ്. നറൂട്ടോയുടെ റൂമിലാണ് ബൊറൂട്ടോ കിടക്കുന്നത്. അവിടെ നിന്ന് ആ ഉടുപ്പെടുത്ത് വട്ടം വീശി ദൂരെ എറിയാണ്. ജിറയെ വാങ്ങിച്ചു കൊടുത്തല്ല, അതിനും മുമ്പേ ഉള്ള ഉടുപ്പ്. ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് നറൂട്ടോ അത്രയും കഷ്ടപ്പെട്ട് സൂക്ഷിച്ച് വെച്ചിരുന്ന ആ ഉടുപ്പില്ലേ, അത് ഈ ബൊറൂട്ടോ എടുത്ത് ദൂരെ എറിയാണ്. അത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും. പക്ഷേ എങ്കിലും പാവം നമ്മളുടെ ബൊറൂട്ടോ ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ ആ സാധനം എടുത്ത് വെളി കളയുന്നുണ്ടെങ്കിലും ബൊറൂട്ടോയ്ക്ക് അതിൻ്റെ വാല്യൂ നല്ല രീതിയിൽ അറിയാം. അതെടുക്കുകയും വേണം, എന്നാൽ നറൂട്ടോനെ കണ്ടവരുടെ പറയുകയും വേണമെന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് ഡോറിൽ മുട്ടുന്നേ. അയാൾ വന്ന് ക്ഷമ പറയാൻ വന്നതെന്നും പറഞ്ഞിട്ട് ബൊറൂട്ടോ ഓടിപ്പോയിട്ട് ഇടിക്കുന്നുണ്ട്. ഇടിക്കുമ്പോൾ അത് തടഞ്ഞു നിർത്തി തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം തന്നെ മനസ്സിലാക്കാം നറൂട്ടോ അല്ല. പിന്നെ തിരിച്ചു കൊടുക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ നമ്മളുടെ മൊസ്റ്ററായിട്ടുള്ള സാസ്കിയാണ്. അത്ര കട്ടിക്ക് നറൂട്ടോനെ ഡീൽ ചെയ്യുന്ന കണക്ക് നമ്മളുടെ സാസ്കിനെ ഡീൽ ചെയ്യാന്ന് വിചാരിച്ച് ബൊറൂട്ടോ ഭയങ്കര കളിപ്പിക്കുന്നുണ്ടെങ്കിൽ സാസ്കി ചോദിക്കുന്നത് നീയാണ് നമ്മളുടെ നറൂട്ടോയുടെ മോൻ? ഞാൻ സോറി, നിങ്ങൾ ആരാ? നിങ്ങൾ എൻ്റെ അച്ഛനെ തിരക്ക് വന്നതാന്ന് ചോദിക്കുന്നുണ്ട്. നറൂട്ടോ എവിടെയും ചോദിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് വന്നതാണ്. അപ്പോഴത്തേക്ക് മിനാട്ട് ചോദിക്കുന്നുണ്ട് സാസ്കിയോ? അപ്പോൾ നമ്മളുടെ സാസ്കി പറയുന്നുണ്ട് നിങ്ങളെ വന്ന് ശല്യപ്പെടുത്തതിൽ ക്ഷമിക്കണം, ഞാൻ എന്തായാലും പോവാണ്. നമ്മളുടെ നറൂട്ടോ ഹൊക്കാഗെ മാൻഷനിൽ കാണുമല്ലോ എന്ന് പറയാണ് നമ്മളുടെ ഹിനാറ്റ. അതെ, ഞാൻ അങ്ങോട്ട് തന്നെ പോകുന്നേ, എന്തായാലും നിങ്ങൾ കിടന്നു എന്ന് പറയുന്നുണ്ട്. നമ്മളുടെ സാസ്കി ഇറങ്ങാണ്. സാസ്കിനെ മൈൻഡ് ചെയ്യാതെ നമ്മളുടെ ബൊറൂട്ടോ ഇറങ്ങാണ്. സാസ്കി നറൂട്ടോയുടെ ഒരു പ്രത്യേക റൈവലാണെന്നൊക്കെ കേട്ടോണ്ട് തന്നെ അത്രയ്ക്കും ഗുമ്മൊന്നും കൊടുത്തല്ല നമ്മളുടെ ബൊറൂട്ടോ ഇപ്പം കാണുന്നത്. അപ്പോഴത്തേക്കും നിന്നെ ഞാൻ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സാസ്കി നോക്കുകയാണ്. അതായത് ബൊറൂട്ടോ എങ്ങോട്ടാണ് പോണേന്ന് ഈ രാത്രിയിൽ ഹിനാറ്റയും ഹമവാറയും മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ബൊറൂട്ടോ അവിടെ ഇരിക്കേണ്ടതാണ്. അപ്പോൾ പറയാണ് നിൻ്റെ അമ്മ നിന്നോട് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, നീ ഇനി എങ്ങോട്ടാണ് പോണേന്ന് നമ്മളുടെ സാസ്കി ബൊറൂട്ടോയോട് ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ കാര്യത്തിന് പോകുന്നു, നീ ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നീ കൊച്ചാണ്, നിൻ്റെ കൊച്ചു വായിലെ വലിയ വർത്താനം വേണമെന്നും പറഞ്ഞിട്ട് സാസ്കി അവിടെ പിടിച്ച് നമ്മളുടെ ഹിനാറ്റയുടെ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളുടെ സാസ്കി പോകുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മളുടെ ബൊറൂട്ടോയ്ക്ക് സാസ്കി എടുത്തൊരു പ്രത്യേക ഇംപ്രഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയൊന്നും കാണാൻ കിട്ടുന്ന പുള്ളിക്കാരനല്ല നമ്മളുടെ സാസ്കി പോകുന്ന വഴി തന്നെ നമ്മളുടെ സാസ്കി നമ്മളുടെ നറൂട്ടോയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നറൂട്ടോ ഇട്ടിരുന്ന ആ ഒരു ഡ്രസ്സ് കാണുകയാണ്. അതായത് ജിറയുടെ കൂടെയൊക്കെ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് ഇട്ടിരുന്ന ഡ്രസ്സാണല്ലോ, ആ ഒരു ഒരുപാട് സ്കാർസൊക്കെ ഉള്ള ഡ്രസ്സ്. അപ്പോൾ അത് നമ്മളുടെ സാസ്കി കാണുന്നുണ്ട്. എന്നിട്ട് നേരെ ഹൊക്കാഗെ മാൻഷനിലേക്ക് വരികയാണ്. സാസ്കി നീ എന്താ വന്നേന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു സ്ക്രോൾ കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ആ ഒരു പ്രത്യേക സാധനമാണ്. ഇത് എന്തായാലും കാഗിയായിട്ട് എന്തോ ബന്ധമുണ്ട്, അത് മനസ്സിലാക്കാനായിട്ടാണ്, ഡീകോഡ് ചെയ്യാനായിട്ടാണ് ഞാനിത് കൊണ്ടുവന്നത്. എനിക്കത് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. ലാസ്റ്റ് സമയം ഇവർ ആ ഒരു കാഗിയെ കൊല്ലുന്ന സമയത്താണ് ഇവർക്ക് എന്തോ ഒന്ന് മിസ്സായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവർ ജസ്റ്റ് അതൊരു ബിഗിനിങ് ആയിരുന്നോ എന്നൊരു രീതിയിൽ സംശയം തോന്നുന്നത്. അതുകൊണ്ട് ആ ഒരു ഡയമെൻഷൻ, അങ്ങനെ ഓരോരോ ഡയമെൻഷനിൽ പോയിട്ട് സാസ്കി അതിനെപ്പറ്റി തിരക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തിരക്കുമ്പോഴാണ് സാസ്കി അവിടെ വെച്ച് ഒരു പുതിയ ക്യാരക്ടറിനെ പരിചയപ്പെടുന്നത്. എനിക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. അതായത് ആ ഒരു ഒരോത്സുക്കി ക്ലാൻ എന്നത് അതൊരു വലിയ ക്ലാനാണോ, കാഗിയെ മാത്രം അടങ്ങുന്നതാണോ, അതോ ഇനിയും ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടോ? എന്നാൽ എത്ര? അതൊരു റെയറായിട്ടുള്ള ക്ലാനാണോ അതോ ഒരുപാടുള്ളൊരു ക്ലാനാണോ? എന്താണെന്ന് ഇവരൊക്കെ അറിയത്തില്ല. അതിനെപ്പറ്റിയാണ് സാസ്കി തിരക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഡയമെൻഷനിൽ പോയപ്പോഴാണ് മനസ്സിലായ കിൻഷിക്ക് ഒരോത്സുക്കി എന്ന് പറയുന്ന ഒരാളെ അവൻ പരിചയപ്പെടുകയാണ്. കിൻഷിക്ക് ആണെങ്കിൽ നമ്മളുടെ കാഗിയെ പറ്റിയിട്ട് ചോദിക്കുകയാണ്. ഇയാൾ ഇവിടുത്തെ ഗാർഡാണെന്നാണ് പറയുന്നത്, ഗേർഡല്ല ഗാർഡ്. അപ്പോഴത്തേക്കും കിൻഷിക്ക് ആണെങ്കിൽ ഭയങ്കര രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ കാരണം ഈ ഒരു നമ്മളുടെ ഷെറിങ്കനാണ്. അപ്പോൾ ഷെറിങ്കൻ കണ്ടപ്പോഴേ മനസ്സിലായി ഇവൻ ഒരു ഉച്ചിഹ ക്ലാനിലെ മെമ്പറാണ്. റിനിഗൻ കണ്ടതോടെ മനസ്സിലായി, ഉറപ്പിച്ചു, അപ്പം കാഗിയെന്ന് നീ കണ്ടിട്ടുണ്ട്, അപ്പോൾ അത് ഉറപ്പാണ്. അപ്പോൾ എന്താണ് നടന്നതെന്ന് ചോദിക്കുകയാണ്. നിന്നോട് വന്നിട്ട് കാഗിയുടെ കഥ മുഴുവൻ പറഞ്ഞു തരാനല്ല ഞാനിവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മളുടെ സാസുക്കിനെ അങ്ങനെ ഇങ്ങനെ പിടിക്കാൻ അവന്മാരെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷേ അവിടെ വേറൊരു ക്യാരക്ടർ കൂടെ എൻട്രി കൊടുക്കുകയാണ്.
അവൻ്റെ പേരാണ് മൊമോഷിക്കി ഒരോട്സുക്കി. അപ്പോഴത്തേക്ക് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ കിൻഷിക്കിയും മൊമോഷിക്കിയും അച്ഛൻ മോൻ എന്നൊരു ചെറിയ ബന്ധമുണ്ട് അവർ തമ്മിൽ. എന്തായാലും നമ്മളുടെ കിൻഷിക്കി ചോദിച്ചതുപോലെ മൊമോഷിക്കിയും ചോദിക്കുകയാണ്, നിനക്ക് അറിയാവുന്നതൊക്കെ നീ പറ, നിനക്ക് എന്തൊക്കെ കാക്കിയെപ്പറ്റി അറിയാം അതെല്ലാം നീ എന്നോട് പറ, നീ ഞങ്ങളോട് പറ എന്ന് പറയാണ്. ഇവരിപ്പോൾ ഇവിടെ വന്നേക്കുന്നത് തന്നെ കാഗിയെപ്പറ്റി ഇവർക്ക് വലിയ ഐഡിയൊന്നും ഇല്ല. എന്താണ് ഇവിടെ ഉണ്ടായത്, ഗോഡ് ട്രീ എന്തായിരുന്നു എന്നൊക്കെ, എന്തായിരുന്നു എന്നൊക്കെ അറിയാം, എന്തായി എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതൊക്കെ ചോദിക്കാനാണ് വന്നേക്കുന്നത്. പക്ഷേ നമ്മളുടെ സാസ്കി ഒന്നും അങ്ങോട്ട് തെളിച്ച് പറയുന്നില്ല. മറുക ദേഷ്യം വരും. ഒഡോച്ചി മൗ ഡൗൺ എന്ന് പറയുന്ന ഒരു ടെക്നിക്കും അതുപോലെ തന്നെ ടൂൾ ക്രിയേഷൻ ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു ടെക്നിക്കും യൂസ് ചെയ്ത് ഒരു ടൂളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഒരു വെട്ടുകത്തി പോലെയൊക്കെ ഉണ്ടാക്കി ബഞ്ചം എന്ന് പറഞ്ഞ് വെട്ടുവാണ്. ആ കയ്യിൽ നിന്നും ഇത് വരുന്നില്ലേ, അതാണ് മൗ ഡൗൺ. അങ്ങനെ ഒരു ടെക്നിക്കുണ്ട്. അതായത് കയ്യിൽ നിന്നും ലേസർ പോലെ നമ്മളുടെ കിൻഷിക്കി അടിച്ച് കളിക്കുന്നില്ലേ, അതാണ് ഒഡോച്ചി മൗ ഡൗൺ. മറ്റേതാണ് ടൂൾ ക്രിയേഷൻ. എന്തായാലും നമ്മളുടെ സാസ്കി ഇതിന്നൊക്കെ രക്ഷപ്പെടുന്നുണ്ട്, എന്നാൽ വലിയ രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് നിർത്താനൊന്നും പറ്റുന്നില്ല. വാനിഷിങ് ടെക്നിക്ക് യൂസ് ചെയ്ത്, വാനിഷിങ് ഡ്രസ്സൊക്കെ യൂസ് ചെയ്ത് അവിടുന്ന് പോവുകയാണ്. അപ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലായി സാസ്കിയും ഒരു ചില്ലറക്കാരനല്ല. അപ്പോൾ അവിടെ നിന്നും കിട്ടിയ സ്ക്രോളാണ് ഇത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് കാണും. പക്ഷേ ഇത് ഇവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ ഡീകോഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്, നമ്മളുടെ ഗൂഗിൾ പോലെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പോലെ. പക്ഷെ അതിന് അത്രയും ഡെവലപ്ഡ് ഒന്നും അല്ല. അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് ഡീകോഡ് ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അങ്ങനെ സാസ്കി ആണെങ്കിൽ നാറൂട്ടോനോട് പറയുന്നുണ്ട്, ഇതൊക്കെ പോട്ടെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിൻ്റെ മോൻ ആ വെകിലി പിടിച്ച പയ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്, പിന്നെ ആ ഹിനാറ്റ പറഞ്ഞിട്ടൊന്നും നിൽക്കുന്നില്ല, ആ പയ്യൻ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കറിയാമേ വരുന്ന വഴി എനിക്ക് കളഞ്ഞു കിട്ടിയതാണ് എന്തേ ഈ പഴം തുണി, നിനക്കിത് എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മളുടെ നാറൂട്ടോട് ഇതെടുത്ത് സ്യൂട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. നാറൂട്ടാണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ മോനെ എടുത്ത് എറിഞ്ഞതായിരിക്കും എന്ന് പറയണം. എന്താ റീസൺ എന്ന് ചോദിക്കുമ്പോൾ അത് അച്ഛനും മോനും തമ്മിലുള്ള ചെറിയ പ്രശ്നം എന്ന് പറയാണ്. ഇപ്പം തന്നെ ഷിക്കറായി അതെ എന്ന് പറയുന്നത് ഉണ്ട്. നമ്മളുടെ സാസുകയ്ക്ക് അറിയാം നാറൂട്ടോ എത്രത്തോളം തിരക്കിലാണെന്ന്. അപ്പം സാസ്കി ആണെങ്കിൽ എന്തും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. സാസ്കി കുറച്ച് ദിവസം ഇവിടെ കാണുമെന്നും പറയുന്നുണ്ട്, കാരണം ചുനീൻ എക്സാമിൻ്റെ ഭാഗമായിട്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോ അങ്ങോട്ടേക്ക് വരികയാണ്, ഹോക്കാഗെ മാൻഷനിലേക്ക്. അപ്പോഴത്തേക്കും സാസ്കി ആണെങ്കിൽ ബൊറൂട്ടോനെ കാണുന്നുണ്ട്. നിനക്ക് നിൻ്റെ അച്ഛനെ കാണണമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും. അപ്പോൾ പോകണ്ടെന്ന് പറയുമ്പോൾ താൻ ആരോട്ടോ അത് പറയാനെന്നും പറഞ്ഞിട്ട് നമ്മളുടെ ബൊറൂട്ടോ പോവാണ്. 4 ക്ലോൺസിനെ ഉണ്ടാക്കിയാണ് ബൊറൂട്ടോ പോകുന്നത്. ചറ പറ നമ്മളുടെ സാസ്കി എടുത്തിട്ട് അടിച്ച് ക്ലോൺസിനെല്ലാം പെട്ടെന്ന് തിരിച്ചറിയുന്നുണ്ട്, കാരണം ഷെറിങ്കനുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ സാസ്കി പറയുന്നുണ്ട്, നീ എങ്ങനെ വിചാരിച്ചാലും നിൻ്റെ അച്ഛൻ്റെ അടുത്ത് നിനക്ക് പോകാൻ പറ്റത്തില്ല, കാരണം ഞാൻ പോകാൻ പറ്റൂല, പോണ്ടെന്ന് പറഞ്ഞാൽ പോണ്ടെന്നാണ്. കാരണം അയാൾക്ക് അത്രയ്ക്കും തിരക്കുണ്ട്, അതൊരു ഭ്രാന്ത് പിടിച്ച മനുഷ്യനാണ് എന്ന് പറയണം. എന്നിട്ട് പറയുന്നുണ്ട്, ബൊറൂട്ടോ നീ ഭയങ്കര വീക്കാണ്, നാറൂട്ടോനെ വെച്ച് കമ്പയർ ചെയ്താൽ നീ ഭയങ്കര വീക്കാണെന്ന് പറയാണ്. നിങ്ങളെന്താ സ്ട്രോങ് ആണ് എന്ന് ബൊറൂട്ടോ പറയാണ്. എനിക്ക് നിങ്ങളെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണ്, നിങ്ങൾ ഭയങ്കര പൊളിയാണ് എന്ന് നമ്മളുടെ ബൊറൂട്ടോ സാസ്കിനെ നോക്കി പറയുന്നുണ്ട്. നിനക്ക് നിൻ്റെ അച്ഛനെക്കാളും പൊളിയായിട്ട് എന്നെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്നെ ഒന്ന് സ്റ്റുഡൻ്റ് ആക്കുക, നിങ്ങളുടെ സ്റ്റുഡൻ്റ് ആക്കിയാൽ ഞാൻ നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിലെത്തും, എനിക്ക് അടിപൊളിയായിട്ട് നിൽക്കണം എന്നൊക്കെ ബൊറൂട്ടോ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും സാസ്കി പറയണം, നീ എന്താ പറയുന്നത്, നിനക്ക് എന്തറിയാം, നിൻ്റെ ഈ ഏജിൽ നിനക്ക് എന്തറിയാം, നിൻ്റെ ക്ലോൺസിനെ ഉണ്ടാക്കുന്നത് അതെന്തുകൊണ്ട് നീ ഡെവലപ്പ് ചെയ്യുന്നില്ല? അപ്പം നമുക്കറിയാം അത് കൂടുതൽ യൂസ് ചെയ്യുന്നത് നാറൂട്ടോയാണ്. പ്രോ വേർഷൻ എന്നൊക്കെ നമ്മളുടെ നാറൂട്ടോനെ പറയാം. എന്തിൻ്റെ? ക്ലോണിങ്ങിൻ്റെ. അത്രയും ക്ലോൺ നിനക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? തൗസൻഡ്സ് ഓഫ് ക്ലോൺ നിനക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അത് നാറൂട്ടോനെ കൊണ്ട് പറ്റും. നീ പോട്ടെ, നീ ഒന്നും പറയണ്ട. നിനക്ക് റസങ്കൻ അറിയോ? അതെന്താ കയ്യിലിങ്ങനെ ചക്രം കൊണ്ടുവന്ന അതാണോ? നിനക്കതിനെപ്പറ്റി ABCD പോലും അറിയത്തില്ല. അപ്പം നിൻ്റെ ഈ ഏജിൽ നാറൂട്ടോ റസങ്കം പഠിച്ചു, ക്ലോണിങ് പഠിച്ചു, അപ്പം നാറൂട്ടോ അല്ലേ ബെറ്റർ. നീ ചിലപ്പോൾ അക്കാഡമിക്കിൽ മുമ്പിലായിരിക്കാം, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എൻ്റെ സ്റ്റുഡൻ്റ് ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് റസങ്കനെങ്കിലും നീ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഇല്ലാത്ത ഒരാളെ ഞാൻ സ്റ്റുഡൻ്റ് ആക്കത്തില്ല, പോ മോനെ ദിനേശ എന്ന് പറയണം. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോ പറയാണ്, ഞാൻ റസങ്കം പഠിച്ചിട്ട് വന്ന സാസ്കി എന്നെ സ്റ്റുഡൻ്റ് ആക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയണം, നീ പഠിച്ചിട്ട് വരുമ്പോൾ ഞാൻ സ്റ്റുഡൻ്റ് ആക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാമെന്ന്.
അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളുടെ സാസുക്കിക്ക് അങ്ങനെ കൺമുന്നിൽ കാണുമ്പോൾ നാറൂട്ടോനെ തന്നെയാണ് ഓർമ്മ വരുന്നത്. അതേ നാറൂട്ടോ, കൊച്ചിലത്തെ നാറൂട്ടോ. പക്ഷേ നാറൂട്ടോ നമ്മളുടെ സാസുക്കിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോഴത്തെ ആ ഒരു ജനറേഷൻ നമ്മൾ വിചാരിക്കും പോലല്ല. അവർക്ക് പല പല സംഭവങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെല്ലാം അവർ പോട്ടെ. അപ്പോഴത്തേക്കും സാസുക്കി പറയുന്നുണ്ട്, ഒരു ഗെനിനായിട്ടുണ്ടെങ്കിൽ അവരുടെ സോളിൽ ഉറപ്പായിട്ടും ഒരു നിഞ്ച ഉണ്ടായിരിക്കും. എല്ലാവരുടെ ഇതിലും ഇങ്ങനെയാണ്. എല്ലാവരും ഒരു നിഞ്ചാവ തന്നെ ചെയ്യും. താല്പര്യം ഇല്ലെങ്കിൽ അവരെവിടെയെങ്കിലും അത് കണ്ടുപിടിക്കും, അവരുടെ ലക്ഷ്യം കണ്ടുപിടിക്കും. അതാണ് യഥാർത്ഥ നിഞ്ച. അങ്ങനെ തന്നെ വരും. ഒരാൾക്കും അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാതെയൊന്നും പോകത്തില്ല, ഒരു ഇതില്ലാതെയൊന്നും പോകത്തില്ല. അപ്പോൾ നാറൂട്ടോ പറയുന്നുണ്ട്, അവർ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. നീ വിചാരിക്കും പോലൊന്നുമല്ല, ഒരുപാട് അപ്ഡേറ്റഡ് ആണ്. ഒരുപാട് സ്കിൽസ് അവർക്ക് ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്രയും പൊളിയായിട്ടുള്ള ജനറേഷനാണ്. നമ്മൾ വിചാരിക്കുമ്പോഴല്ല മോഡേൺ ആണ്, ഫാഷൻ ഉള്ള ആൾക്കാരാണ്, ഭയങ്കര ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്. സാസ്കി പറഞ്ഞൊരു കാര്യമുണ്ട്, എത്ര ജനറേഷൻ കഴിഞ്ഞാലും എത്ര ആൾക്കാർ മാറിയാലും എത്ര പുതിയ സംഭവങ്ങൾ വന്നാലും എപ്പോഴും ഒരു നിഞ്ചയുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു സംഭവം തന്നെ കാണും. അതാണ് അവരുടെ സോൾ എന്ന് പറഞ്ഞിട്ടാണ് സാസ്കി ഇറങ്ങുന്നത്. പക്ഷേ ഇവിടെ വന്ന് ബൊറൂട്ടോനെ കണ്ടപ്പോഴാണ് മനസ്സിലായത്, അവനിട്ടേക്കുന്ന ഡ്രസ്സായിക്കോട്ടെ, സംസാരമായിക്കോട്ടെ, ആ ഒരു സംഭവം ആയിക്കോട്ടെ, യഥാർത്ഥത്തിൽ ബൊറൂട്ടോ സാസുക്കിനെ ടെസ്റ്റ് കൊടുത്തതാണ്. അതായത് സാസുക്കി നറൂട്ടോനെ പോലെ വരുമോ, അത്രയ്ക്കും നല്ലൊരു റൈവലാണോ, എനിക്ക് മാസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നൊക്കെ. ബൊറൂട്ടോ ഇവിടെ സാസുക്കിനെ മാസ്റ്ററായിട്ട് സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. നറൂട്ടോനെ പോലെ സാസുക്കിനെ പോലെ മാസ്റ്ററിനെ തേടി പോവുകയല്ല ചെയ്തത്, സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതും എന്തിനാണെന്ന് സാസുകിക്ക് അറിയാം. അതായത് നറൂട്ടോനെ തോൽപ്പിക്കണം ബൊറൂട്ടോയ്ക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നറൂട്ടോനെ പോലെ ഉള്ള ഒരാളിൽ നിന്നും നറൂട്ടോനെക്കാളും വലിയ ആളാവാനാണ് നമ്മളുടെ ബൊറൂട്ടോ തീരുമാനിച്ചേക്കുന്നത്. അങ്ങനെ ഉടനെ തന്നെ ബൊറൂട്ടോ നേരെ പോകുന്നത് കൊനോഹമാറുവിൻ്റെ അടുത്താണ്. നമ്മളുടെ നറൂട്ടോ കഴിഞ്ഞ റസംഗൻ പഠിപ്പിച്ചു കൊടുത്തേക്കുന്നത് കൊനോഹമാറുവിനാണ്. കൊനോഹമാറു എൻ്റെ ബൊറൂട്ടോയ്ക്ക് പഠിപ്പിക്കണമെന്നുണ്ട്, ഇവൻ ഒട്ടും നിൽക്കത്തില്ല അത് പഠിക്കാനായിട്ട്. ഇപ്പോൾ വന്ന് പറയുന്നത് കേട്ട് കൊനോഹമാറു ഇതെന്താ സ്വപ്നമാണോ എന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ കരയുന്നുണ്ട്. കാരണം കൊനോഹമാറു അത്രയ്ക്ക് ആഗ്രഹിച്ചതാണ് എൻ്റെ അനിയൻ കുട്ടനെ അത് പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ കൊനോഹമാറു പിറ്റേ ദിവസം രാവിലെ മുതൽ ബലൂൺ വെച്ച്, വാട്ടർ ബലൂൺ ആണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ്, അത് കൊടുത്ത് ട്രെയിനിങ് ആണ്. കൊനോഹമാറു വലിച്ചതുപോലെയും നറൂട്ടോ വലിച്ചതുപോലെ അവിടെ കിടന്ന് വലിക്കാൻ ആ ഒരു സംഭവം നമ്മളുടെ ബൊറൂട്ടോ കൊണ്ട് പറ്റുന്നില്ല. കാരണം ഈ ഒരു കൊച്ചു ബലൂൺ വെച്ച്, വെള്ളം നിറച്ച് ബലൂൺ വെച്ച് ഞാൻ എന്ത് കാണിക്കാനാണ്, ഇത് വെച്ച് അത്രയും വലിയ ടെക്നിക്ക് ഞാൻ പഠിക്കുമെന്ന് ചോദിക്കാം. അപ്പോൾ കൊനോഹമാറു പറയാണ്, വലിയേട്ടൻ പഠിച്ചതായിക്കോട്ടെ, എന്നെ വലിയേട്ടൻ പഠിപ്പിച്ചതായിക്കോട്ടെ, നറൂട്ടോ പഠിച്ചതും കൊനോഹമാറുവിനെ നറൂട്ടോ പഠിപ്പിച്ചതും ഒക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ വാട്ടർ ബലൂൺ തന്നെയാണ്, നീ ഇത് വച്ച് തന്നെ ചെയ്യണമെന്ന്. എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും പറയണം, പറ്റൂലെങ്കിൽ നീ ചെയ്യണ്ട, നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. എന്നാൽ ബൊറൂട്ടോ പോകാമെന്ന് വെച്ചാൽ നീ പോകരുത്, നീ എന്നോട് ചോദിച്ചുകൊണ്ട് നീ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തി ചെയ്യിപ്പിക്കുകയാണ്. ഇതേ സീൻ നമ്മളുടെ കൊനോഹമാറുവും ചെയ്തിട്ടുണ്ടായിരുന്നു, നറൂട്ടോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവർക്ക് രണ്ടുപേർക്കും പഠിക്കാൻ ആദ്യം ഇത് കണ്ടപ്പോൾ ഒരു മുഷിപ്പായിരുന്നു, പിന്നെ അവരെ പഠിച്ചെടുത്തതാണല്ലേ. അപ്പോഴത്തേക്കും ബൊറൂട്ടോ ആണെങ്കിൽ ഭയങ്കര ടയേർഡായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ മിത്സുകി പറയാണ്, നമ്മളുടെ ഇന്നത്തെ മിഷൻ അത്ര ഇതായിരുന്നു ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പുറത്തെ ടീം പറയുന്നുണ്ട് അവരുടെ പൊളിയായിരുന്നു എന്ന്. അപ്പോഴത്തേക്കും ബൊറൂട്ടോ പറയണം, അതെ ഇന്ന് ഞങ്ങൾ ഒരുപാട് സ്റ്റൺസൊക്കെ എടുക്കേണ്ടി വന്നു, ഒരുപാട് മൂവ്സൊക്കെ എടുക്കേണ്ടി വന്നു, അതാണ് എന്നിങ്ങനെ കിറങ്ങിയ പോലെ ഒരു സോഫ്റ്റ് സൗണ്ടിൽ പറയാണ്. അപ്പോഴത്തേക്ക് ഇവർ പറയണം, ഇന്നതിന് കൊച്ചുങ്ങളെ നോക്കല്ലേ, ബേബി കെയർ ടേക്ക് കെയർ അല്ലായിരുന്നു ഇന്ന് പരിപാടി, എന്താണ് നീ അതിൽ സ്റ്റൺസൊക്കെ കാണിച്ച് എന്ന രീതിയിൽ മറ്റേ ടീമും നോക്കുകയാണ്, ഇവരും നോക്കുകയാണ്. യഥാർത്ഥത്തിൽ ബൊറൂട്ടോ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു, അവൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു, മൈൻഡ് അവിടെ അല്ലായിരുന്നു. കാരണം ചക്ര ഫുള്ള് ഇവിടെ ഉപയോഗിച്ചേക്കാണ്, അതായത് നമ്മളുടെ റസംഗൻ പഠിക്കാൻ വേണ്ടി. നമുക്കറിയാം എത്രത്തോളം ചക്ര പോകുമെന്ന്, പക്ഷെ അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ റസംഗൻ പഠിക്കാൻ പറ്റൂ. അപ്പോഴത്തേക്കും ബൊറൂട്ടോ ആണെങ്കിൽ അതെ 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 ഞാനത് മറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കുന്നുണ്ട്. അടുത്ത ദിവസം ചെറുതായിട്ട് ചക്ര പുറത്ത് കൊടുക്കുന്നുണ്ട്. എടാ പൊട്ട, നീ കൊടുക്കുന്ന ചക്രയുടെ പ്രസൻസ് പോലും പുറത്ത് കാണരുത്, വാട്ടർ ബലൂണിൻ്റെ അകത്തായിരിക്കണം നീ കൊടുക്കാനെന്ന് പറയണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, താനിത് എന്താടോ പറയുന്നതെന്ന് പറയാണ്. അപ്പോൾ നമ്മളുടെ ഹിനാറ്റ പുറത്ത് പോവാണ്. ഹെമവാരെ അടുത്ത് പറയാണ്, അടങ്ങി ഒതുങ്ങിയിരിക്കണം, എന്ത് ചെയ്യുകയാണെങ്കിലും ബൊറൂട്ടോനോട് പറഞ്ഞ് പെർമിഷനൊക്കെ എടുത്തിട്ട് ചെയ്യാവോ. അപ്പോഴത്തേക്കും ബൊറൂട്ടോനോട് പറയാണ്, നമുക്ക് എന്തുണ്ടാക്കാം, കേക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുക്കി ഉണ്ടാക്കാം, എന്ത് വേണം ഉണ്ടാക്കാൻ മോളെ എന്ന് പറഞ്ഞ് മാവ് എടുത്തിട്ട് കലക്കുമ്പോൾ അത് കറങ്ങുന്ന രീതിയിലാണ്
കലക്കുന്നല്ലോ, അപ്പം അത് കറങ്ങുന്ന കണ്ട് ബൊറൂട്ടോനോടും കറക്കാനാണ് പറഞ്ഞതല്ലോ. അങ്ങനെ എന്ത് ചെയ്യാണ്, കൈ കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും അത് കറങ്ങുകയാണ്. അപ്പോഴത്തേക്കും ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് വാട്ടർ ബലൂൺ ടപ്പേന്നും പറഞ്ഞ് പൊട്ടിക്കുകയാണ്. എന്നിട്ട് അടുത്ത് റബ്ബർ ബോൾ ആണല്ലോ, അങ്ങനെ റബ്ബർ ബോൾ കൊടുക്കുകയാണ്. റബ്ബർ ബോളിൽ കുറച്ച് വലിക്കും, പക്ഷേ ചെറിയ രീതിയിലൊക്കെ ആ സാധനം നമ്മളുടെ ബൊറൂട്ട ചെയ്യുന്നുണ്ട്. എന്നാലും ഭയങ്കരമായിട്ടില്ല. പിന്നീട് റബ്ബർ ബോൾ പൊട്ടിച്ചതിന് ശേഷം റസങ്കൻ എടുക്കുന്നുണ്ട്, ഉനിമിണി പോകുന്ന റസങ്കൻ. അതുകൊണ്ട് പോയി സാസ്കിനെ കാണിക്കുകയാണ്. സാസ്കി ആണെങ്കിൽ പറയണേ, ഇത് റസങ്കനാ, ഇത് മാലയൊക്കെ ഒരുക്കുന്ന മുത്താങ്ങണ്ട, നീ എടുത്ത് ദൂരെ ഇറങ്ങണേ, ഇതൊന്നും പറ്റത്തില്ല, ഇങ്ങനെയുള്ള സ്റ്റുഡൻറ്റിനെ ഞാൻ നോക്കത്തില്ല, നീ മര്യാദയ്ക്ക് പോയി പടി എന്ന് പറയണം. അങ്ങനെ അതെടുത്ത് ബൊറൂട്ട് എറിഞ്ഞിട്ട് പോവാണ്. സാസ്കി ആണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സറാഡ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സറാഡ വന്നിട്ട് പറയുന്നുണ്ട്, അപ്പം നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ നമ്മുടെ സാസ്കി ആ മരത്തിലേക്ക് നോക്കുന്നുണ്ട്. ഭയങ്കര ഡീപ്പായിട്ട് അങ്ങ് ദൂരമുള്ളൊരു മരമാണ്, അതിന് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പവറൊക്കെ ഉണ്ട്. സാസുക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാണ്, ഇത് നമ്മളുടെ നറൂട്ടോനെയും ബൊറൂട്ടോനെയും കണ്ടിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ആരുടെ വീട്ടിലേക്കാണ്, നമ്മളുടെ സാസുക്കിയുടെ തന്നെ വീട്ടിലേക്കാണ്. അവിടെ സാക്കുറ സാസുക്കെ കണ്ട് ബോധം കെട്ട് വീണ് ടെമ്പർ പോയി. അതുപോലെ തന്നെ നമ്മളുടെ സറാടയും കുറേ നാൾക്ക് ശേഷമാണ് സാസുക്കിയെ കാണുന്നത്. അപ്പോൾ അവിടുന്ന് അവരോട് പറയാവും ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഞാൻ എന്തിനാ വന്നേ, ഇങ്ങനെ ജൂനിയർ എക്സാമിൻ്റെ ഭാഗമായിട്ടാണ് വന്നേ, കുറച്ച് ദിവസം ഇവിടെ കാണുമെന്ന്. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, ഒന്നിച്ചാണിപ്പോൾ. അപ്പം സറാഡ സാസുക്കി എങ്ങോട്ട് പോയാലും കൂടെ ഇറങ്ങും. അങ്ങനെയാണ് ബൊറൂട്ടോയുടെ അടുത്തിപ്പോൾ സാസുക്കി പോകണമെന്ന് കണ്ട് വന്നത്. അങ്ങനെ സാസുക്കി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവനെ സ്റ്റുഡൻ്റ് ആക്കൂലെന്ന് ആര് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അവനെ സ്റ്റുഡൻ്റ് ആക്കൂല, ഞാൻ അവനെ സ്റ്റുഡൻ്റ് ആക്കൂല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അതിനർത്ഥം ആക്കും എന്നാണ്. എന്തായാലും നമ്മളുടെ സറാഡ സാസുക്കിയുടെ അവിടെ നിന്ന് കാര്യമൊക്കെ തിരക്കുന്നുണ്ട്. പിന്നെ അവർ വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട്. അതിനുശേഷം സറാഡ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വന്ന് ബൊറൂട്ടോനെ നോക്കുകയാണ്. അവിടെ ഇന്നുമില്ല ബൊറൂട്ടോ. നോക്കുമ്പോൾ നമ്മളുടെ കറ്റസുക്കയുടെ ലാബിലേക്ക് പോവാണ്. അവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ ടെക്നിക്സ് ചെയ്യുന്നുണ്ട്, ഒരുപാട് നിഞ്ചാസ് ചെയ്യുന്നുണ്ട്. വാട്ടർ ആയിക്കോട്ടെ, വിൻഡ് ആയിക്കോട്ടെ, ഫയർ ആയിക്കോട്ടെ, എല്ലാ സ്റ്റൈലും അവരവിടെ ട്രൈ ചെയ്യുന്നുണ്ട്. ഓരോരോ ജുത്സൂസും ചെയ്ത് അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനാന്നൊക്കെ ബൊറൂട്ടോ ചോദിക്കുമ്പോൾ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിഞ്ച ടൂൾ ഉണ്ടാക്കാനാണെന്ന് പറയുന്നുണ്ട്. സയൻറ്റിഫിക് നിഞ്ച ടൂൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ്. അതായത് കറ്റസുക്കയ്ക്ക് ബൊറൂട്ടോനെ ഇംപ്രസ് ചെയ്തിട്ട് ഈ സാധനത്തിന് ട്രയൽ എടുക്കണം. അതിന് ബൊറൂട്ടോയ്ക്ക് ആവശ്യമായിട്ടുള്ള, നറൂട്ടോയുടെ തന്നെ ആവശ്യമായിട്ടുള്ള, നറൂട്ടോയ്ക്ക് തന്നെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള റസങ്കൻ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ബൊറൂട്ടോയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ മിറ്റ്സുഗിനെയാണ് കാണിക്കുന്നത്. മിറ്റ്സുഗി ആണെങ്കിൽ പാമ്പിനോട് സംസാരിക്കുകയാണ്. നോക്കുമ്പോൾ ഒറോച്ചിമാരോ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇവരൊക്കെ പാമ്പിനെ ടെലിഫോൺ പോലെ യൂസ് ചെയ്യാണ്, എന്തപ്പോൾ എന്നോ. അങ്ങനെ നമ്മളെ മിറ്റ്സുഗി ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ഇനിയിപ്പോൾ ജൂനിയർ എക്സാമിന് ബൊറൂട്ടോ ചേരുന്നുണ്ട്, ഞാനും ചേരും, ബൊറൂട്ടോയ്ക്ക് പ്രശ്നം വന്നാൽ ഞാൻ ഇടപെടും എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ഒറോച്ചിമാർ പറയുന്നുണ്ട്, അതൊക്കെ നിൻ്റെ ഇഷ്ടം, നിനക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്യാം. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ നിൻ്റെ റിയൽ ടാലൻറ്റ് ആരാണെന്നും എന്താണെന്നും നിൻ്റെ മെയിൻ പോയിൻറ്റ്സ് എന്താണെന്നും ഒന്നും ഇപ്പോൾ കാണിക്കരുത്. ഇപ്പം ആ ഒരു സംഭവത്തിൽ അത് റിവീൽ ചെയ്യാനേ പാടില്ല എന്ന് പറയാണ്. മിറ്റ്സുഗി പറയുന്നുണ്ട്, ഇല്ല, എനിക്കിപ്പോൾ ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്ന സാമ്പിൾ ഡോസ് വെടിക്കെട്ട് വെച്ച് തന്നെ നല്ല രീതിയിൽ ജൂനിയർ എക്സാമിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. അത് തന്നെ ഫുൾ ഇറക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല എന്ന്. ഇനിയും ഒരു ഡസൻ കണക്കിന് ജുട്സൂസ് മിറ്റ്സുഗിയുടെ കയ്യിലുണ്ട്. അതൊക്കെയും ഡേഞ്ചറസ് ആണ്, അതൊന്നും എടുക്കരുതെന്ന് നമ്മളുടെ ഒറോച്ചിമാർ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല ഇവർ എടുത്താൽ കുറച്ച് സീക്രട്സ് ഒക്കെ പുറത്തു പോകുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതൊന്നും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എടുക്കണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒറോച്ചിമാർ ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ മിറ്റ്സുഗി എന്തായാലും എടുക്കത്തില്ല, അല്ലെങ്കിൽ തന്നെ മിറ്റ്സുഗി നല്ല രീതിയിൽ പിടിച്ച് നിൽക്കും നമുക്കറിയാം. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോനെ കാണിക്കുകയാണ്. ബൊറൂട്ടോ സിമ്പിളായിട്ട് റസങ്കൻ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. വാവ്, ബ്യൂട്ടിഫുൾ എന്ന് നമ്മൾ പറയും. അപ്പോൾ നമ്മളുടെ സാസുക്കി ആണെങ്കിൽ ചെറിയ ഒരു മൊത്തത്തിൽ ഒന്ന് നോക്കിയിട്ട് ഓക്കെ നിന്നെ സ്റ്റുഡൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നു എന്ന് പറയണം. ബൊറൂട്ടോയ്ക്ക് ഭയങ്കര സന്തോഷം. യെസ്, സത്യം സത്യം, ചുമ്മാ എന്ന് പറയണേ. അതെ നിന്നെ ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ട് എടുത്തേക്കാന്ന് പറയണേ. ഭയങ്കര സന്തോഷമായിട്ട് ബൊറൂട്ടോ തുള്ളിച്ചാടാണ്. പക്ഷെ സാസുക്കി ആരമോൻ അത് കണ്ട് നമ്മളുടെ ആ ഒരു നിഞ്ച ടൂളില്ലേ അത് കണ്ട് ഇത് വെച്ചിട്ടാണ് അവൻ അത് ചെയ്തതെന്നും ഏത് വേണോ അവനിനി എടുക്കാമെന്നും ഒക്കെ നമ്മളുടെ സാസുക്കിയെ മനസ്സിലായി. പക്ഷെ സാസുക്കി ഒന്നും പറയാത്തതിൻ്റെ കാരണം സാസുക്കിയും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണല്ലോ പവറിന് വേണ്ടിയിട്ട്. പിന്നീട് നമ്മളുടെ സാസുക്കിക്ക് മനസ്സിലായി റിയൽ പവർ എങ്ങനെയാണെന്നും എങ്ങനെ അത് ഫീൽ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ നമ്മുടെ ബൊറൂട്ടോയ്ക്ക് അതിനെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അതിലേക്കൊക്കെ എത്തിക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ സാസുക്കി ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. സാസുക്കി കാണുന്നുണ്ട്, എന്നാലും മിണ്ടാതെ പോവാണ്. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് നമ്മളുടെ ബൊറൂട്ടോ നാറൂട്ടോസ് നെക്സ്റ്റ് ജനറേഷനിലെ എപ്പിസോഡ് നമ്പർ 53ഉം 54ഉം അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡെന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക.
ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയുന്നില്ല, ഇത്രയെങ്കിലും ചെയ്യാം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ബാക്കി വീഡിയോസ് കൂടെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കാണാൻ, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പോയി ഉറങ്ങും മക്കളെ.